നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളുന്ന നിലയിലുള്ള ഫലസൂചനകളാണ് വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പുറത്തുവരുന്നത്. NDA സഖ്യവും ഇന്ത്യ സഖ്യവും സീറ്റുകളിൽ ഒരേപോലെ മുന്നേറുകയാണ്. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിലാണ്. കേരളത്തിൽ UDF മുന്നിട്ട് നിൽക്കുകയാണ്. ലീഡ് നിലകൾ മാറിമറിയുന്നു. തിരുവനന്തപുരം, തൃശൂർ, വടകര സീറ്റുകളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി ശക്തമായ മത്സരം നടത്തുകയാണ്. ഇവിടെ 30,000-ലേറെ വോട്ടുകളെ ഭൂരിപക്ഷത്തിലാണ് ലീഡ് ചെയ്യുന്നത്. 16 സീറ്റുകളിൽ UDFും 1 സീറ്റിൽ LDFും 2 NDAയും മുന്നിൽ നിൽക്കുകയാണ്. എല്ലാം തകിടം മറിച്ചുകൊണ്ട് തലസ്ഥാന ജില്ലയുടെ ചിന്തയെക്കുറിച്ചാണ് മുന്നണികൾക്ക് ആശങ്ക. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് നിലനിർത്തി മുന്നോട്ടു പോകുമ്പോൾ ഉള്ളിൽ ആഘോഷിക്കുകയാണ് BJP. എന്നാൽ എന്താണ് അടുത്ത മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ അത്ര എളുപ്പത്തിൽ ആർക്കും വിജയിക്കാനാവില്ലെന്ന് ഉറപ്പാണ്. അത്രയും സാന്നിധ്യം BJP സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതാണ് വോട്ടെണ്ണൽ ദിനത്തിലെ ആദ്യ മണിക്കൂറുകൾ തെളിയിക്കുന്നത്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം നടക്കുന്നത്. പന്ന്യൻ രവീന്ദ്രനെ കാണാൻ പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തലസ്ഥാനത്ത് മാറിമറിയുന്ന ലീഡ് നില രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമാകുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയെന്ന് വേണം കരുതാൻ. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും UDF സ്ഥാനാർത്ഥി ശശി തരൂരും തമ്മിലുള്ള പോരാട്ടം കനക്കുമ്പോൾ ഒന്നുറപ്പിക്കാം: തലസ്ഥാനത്തിന്റെ മനസ്സ് ഇനി പ്രവചിക്കാനാവില്ല. ആരോടൊപ്പവും ഇറങ്ങിപ്പോവാൻ മനസ്സിലേക്കൊന്ന് ഉറപ്പിക്കുകയാണ് തലസ്ഥാനത്തെ വോട്ടർമാർ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ലീഡ് മാറിമറിയുന്ന നിലയിലാണ് കണ്ടുവരുന്നത്. വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് UDF മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 16 സീറ്റുകളിലാണ് UDF മുന്നേറ്റം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 20,000 കടന്നു. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ലീഡ് 10,000-ഓളമാണ്. ആലത്തൂരിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ അച്ചട്ടായി സംഭവിക്കുമെന്നതാണ് വോട്ടെണ്ണൽ 3 മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ കാണാനാകുന്നത്. 20 മണ്ഡലങ്ങളെ ഫലസൂചന പുറത്തുവരുമ്പോൾ കേരളത്തിൽ UDF 2019-ലെ സ്ഥിതി ഏറെക്കുറെ നിലനിർത്തുന്നു. കഴിഞ്ഞ തവണത്തേതിന് സമാനമായി ഒറ്റ സീറ്റിലേക്ക് CPM ഒതുങ്ങുകയാണ്. വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്നതാണ് സവിശേഷമായ മറ്റൊരു സാഹചര്യം. കേരളത്തിൽ ഇത്തരമൊരു സാഹചര്യം തന്നെയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. CPMന് 0-2 സീറ്റ് വരെ എന്ന നിലയിലും NDAക്ക് പരമാവധി 4 സീറ്റും മറ്റു സീറ്റുകളിൽ കോൺഗ്രസും മുന്നേറുന്ന പ്രവചനം ഏറെക്കുറെ യാഥാർത്ഥ്യമാവുകയാണ്. LDFന്റെ ലീഡ് ആലത്തൂരിൽ മാത്രമായി ചുരുങ്ങിയപ്പോൾ തൃശൂരിലും തിരുവനന്തപുരത്തും BJP മുന്നേറ്റമാണ്. തൃശൂരിൽ വ്യക്തമായ ആധിപത്യമാണ് സുരേഷ് ഗോപിക്കുള്ളതെങ്കിൽ തലസ്ഥാന മണ്ഡലത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്ന വിധി വരുമ്പോഴാണ് കേരളത്തിൽ 100%-ഓടടുത്ത എക്സിറ്റ് പോൾ എക്സാക്ട് പോളായി മാറിയിരിക്കുന്നത്. എറണാകുളത്ത് വിജയാഘോഷം തുടങ്ങിക്കഴിഞ്ഞു UDF അണികൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.